ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് വേണ്ടി ഒരുമിച്ച് ദൈവസന്നിധിയിൽ കടന്നു വരുവാനും വചനം പഠിക്കുവാനും കർത്താവ് തന്ന സാഹചര്യത്തിനായിട്ട് സാവകാശത്തിനായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം അല്പം വിശദമായും ലളിതമായും നമ്മൾ ചിന്തിച്ചു പോകുന്നു. നമ്മളെല്ലാവരും പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന പുസ്തകമാണ് യോഹന്നാന്റെ സുവിശേഷം. എന്നാൽ ഓരോ പ്രാവശ്യം വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ പുതിയ ആലോചനകൾ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് തരുന്നു. ഈ ക്ലാസ്സും ആ നിലയിൽ പ്രയോജനപ്പെടുന്നു. ദൈവം നമുക്കത് അനുകൂലമാക്കി തരുന്നു എന്നുള്ളത് കൊണ്ട് കർത്താവിനെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 14-ാം അധ്യായം പഠിച്ച് തുടങ്ങിയിരുന്നു. 14-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, അതാണ് ഈ 14-ാം അധ്യായത്തിന്റെ മൊത്തത്തിൽ ഈ 31 വാക്യങ്ങളുടെ ഒരു രത്ന ചുരുക്കമാണ്. 1-ാം വാക്യം, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. കർത്താവ് പറയുന്ന പശ്ചാത്തലവും ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ചു. കർത്താവ് ഇസ്കറിയോത്ത യൂദ തന്നെ വിട്ടുപോയി, പത്രോസ് തന്നെ തള്ളിപ്പറയും എന്ന് കർത്താവ് പത്രോസിനോട് പറയുന്നു. അങ്ങനെ പ്രതിസന്ധി നിറഞ്ഞ കർത്താവ് തങ്ങളെ വിട്ടു പോവുകയാണ് എന്നുള്ള സൂചന കൂടി കർത്താവ് കൊടുത്തതിന് ശേഷം ശിഷ്യന്മാരുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന കലങ്ങൽ അല്ലെങ്കിൽ അവരുടെ ട്രബിൾ, അവരുടെ ഉള്ളിലുണ്ടാകുന്ന പ്രയാസത്തിന് പരിഹാരം എങ്ങനെയാണ്, എന്തുകൊണ്ട് അവർ പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് കർത്താവ് ഈ 14-ാം അധ്യായത്തിൽ പറയുന്നതായിരിക്കുന്ന വിഷയം. പ്രധാനമായും നമ്മൾ ഈ 14-ാം അധ്യായം ശ്രദ്ധിക്കുമ്പോൾ 5 കാര്യങ്ങൾ, പ്രധാനമായും 5 കാര്യങ്ങൾ വിശ്വാസി എന്തുകൊണ്ട് കലങ്ങണ്ട, അല്ലെങ്കിൽ ദൈവമക്കൾ കർത്താവിന്റെ ശിഷ്യന്മാർ എന്തുകൊണ്ട് കലങ്ങണ്ട എന്നതിന് 5 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയുന്നത്. ആ 5 കാര്യങ്ങൾ നമ്മളൊന്ന് പോയിന്റ് വൈസ് പഠിച്ച്, നമ്മൾ ഈ വിഷയം പഠിച്ചു പോകുമ്പോൾ അത് പഠനത്തിന് എളുപ്പത്തിന് വേണ്ടി നമുക്ക് ചിന്തിക്കാം. അതിൽ 1-ാമത്തെ വിഷയമായിട്ട് പറയുന്നത് 2-ാം വാക്യമാണ്. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം ഹൃദയം കലങ്ങുമ്പോൾ ആശ്വാസം പകരും. അത് 1-ാമത്തെ വിഷയം. ഹൃദയം കലങ്ങുമ്പോൾ ആശ്വാസം ലഭിക്കുവാനായിട്ട് നമ്മൾ ഏറ്റവും ലളിതമായിട്ട് പറയുമ്പോൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. എങ്ങനെ വിശ്വസിക്കണമെന്ന് അവിടെ വിശദീകരിച്ച് പറയുന്നുണ്ട്. 2-ാമത്തെ വിഷയം യേശു ക്രിസ്തുവിന്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കുക. 1-ാമത്തെ വിഷയം യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. 2-ാമത്തെ വിഷയം യേശു ക്രിസ്തുവിന്റെ വാഗ്ദാനത്തിൽ വിശ്വസിക്കുക, അല്ലെങ്കിൽ വാഗ്ദാനങ്ങളിലുള്ള പ്രത്യാശയിൽ വിശ്വസിക്കുക എന്ന് നമുക്ക് പറയാം. അത് നമ്മളെ ആശ്വസിപ്പിക്കും. 2ഉം 3ഉം വാക്യങ്ങളാണ് കർത്താവ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചു, കർത്താവ് വിശ്വാസികൾക്ക് വേണ്ടി ഭവനം ഒരുക്കുവാനായിട്ട് പോകുന്നു. 3-ാമത്തെ വിഷയം എന്ന് പറയുന്നത് യേശു ക്രിസ്തു ചെയ്ത പ്രവൃത്തികളെ പിന്തുടരുവാനായിട്ട് ദൈവം നിയോഗിച്ചിരിക്കുന്നത് ശിഷ്യന്മാരെയാണ്, അല്ലെങ്കിൽ ദൈവമക്കളെയാണ്. അപ്പൊ വിശ്വാസികൾ ക്രിസ്തു ചെയ്ത ശുശ്രൂഷകൾ തുടരും. അതെന്തൊക്കെ ശുശ്രൂഷയാണ്, എങ്ങനെയാ തുടരുന്നത്, നമ്മൾ അതിന്റെ വിശദീകരണത്തിലേക്ക് വരും. അതിന്റെ 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ് ആ വിഷയം പ്രതിപാദിക്കുന്നത്. വിശ്വാസികൾ ക്രിസ്തു ചെയ്ത പ്രവൃത്തികൾ തുടരും. നാലാമതായിട്ട് കർത്താവ് തന്നെ താൻ ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തും. അതിന്റെ 21 തൊട്ട് 24 വരെയുള്ള വാക്യങ്ങളാണ്. യേശു കർത്താവ് തന്നെ ശിഷ്യന്മാർക്ക് അല്ലെങ്കിൽ ദൈവമക്കൾക്ക് വെളിപ്പെടുത്തി തരും. അതുകൊണ്ട് പ്രയാസപ്പെടുവാനായിട്ട്, ചഞ്ചലപ്പെടുവാനായിട്ട് ആവശ്യമില്ല എന്ന് കർത്താവ് ഓർപ്പിക്കുന്നു. 5-ാമതായിട്ട് എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. കർത്താവിന്റെ സമാധാനം കർത്താവ് തന്നിട്ട് പോകുന്നു. 25 തൊട്ട് 31 വരെയുള്ള വാക്യങ്ങൾ. ഈ 5 കാര്യങ്ങളാണ് നമ്മൾക്ക് ഈ 14-ാം അധ്യായത്തിൽ നമുക്ക് പഠനത്തോടുള്ള ബന്ധത്തിൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം, ശരിയായ വിശ്വാസം പ്രതിസന്ധികൾ, ക്രിസ്തീയ ജീവിതത്തിലെ പ്രതിസന്ധികളെ തരണം ചെയ്യുവാനായിട്ട് നമ്മളെ സഹായിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ആദ്യത്തെ ചില വാക്യങ്ങളിലൂടെ നമ്മൾ സഞ്ചരിച്ചു. വാസ്തവമായും ഇവിടെ കർത്താവ് ശിഷ്യന്മാരോട് പറയുമ്പോൾ അവിടെ 1-ാം വാക്യത്തിൽ പറയുന്നത് ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. ദൈവത്തിൽ വിശ്വസിക്കുന്നത് പോലെ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം. കർത്താവ് ശിഷ്യന്മാരുടെ വാക്ക് പറയുന്നതിന് പ്രത്യേക അർത്ഥമുണ്ട്. യഹൂദന്മാർ യഹോവയായ ദൈവത്തിൽ നിത്യം വിശ്വസിക്കുകയും ദൈവത്തെ പരമാധികാരിയായിട്ട് കാണുകയും ചെയ്യുന്ന
ആളുകളാണ് യഹൂദന്മാർ. ശിഷ്യന്മാരും സ്വാഭാവികമായിട്ട് ആ യഹൂദ പാരമ്പര്യത്തിലുള്ള ആളുകളാണ്. അപ്പോൾ കർത്താവ് അവരോട് പറയുന്ന വിഷയം, നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, നിങ്ങളുടെ ഹൃദയം കലങ്ങുമ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ഉണ്ടാകുന്നതിന് വേണ്ടി ദൈവത്തിൽ വിശ്വസിക്കുന്നത് പോലെ എന്നിലും വിശ്വസിക്കണം. കർത്താവ് ഈ 33.5 വർഷം കർത്താവ് ശിഷ്യന്മാരോട് കൂടെ ഇരുന്ന് ഈ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുമ്പോൾ പറഞ്ഞു കൊടുത്ത ഇതേ വിഷയമാണ്. വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിക്കണം. ശിഷ്യന്മാർ അത് വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ കർത്താവ് അങ്ങനെ പറയാനായിട്ടുള്ള കാരണം, പത്രോസ് കർത്താവിനെ തള്ളി പറയാനായിട്ട് പോകുകയാണ്. യൂദ ഓൾറെഡി കർത്താവിനെ വിട്ടുപോയി കഴിഞ്ഞു. തോമസിന് പല സംശയങ്ങളും അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി വിഷയങ്ങളിൽ ആവശ്യമായിട്ട് വരുന്നു. അപ്പോൾ മാനുഷികമായിരിക്കുന്ന എല്ലാ ബലഹീനതകളും ഉള്ള വ്യക്തികളാണ് ഈ 12 ശിഷ്യന്മാര്. അപ്പോൾ കർത്താവ് ഇവരെ വിട്ടുപോകുമ്പോൾ ഇവർ കടന്നു പോകുന്ന അവസ്ഥയുടെ ഗൗരവം മനസ്സിലാക്കി മുൻകൂട്ടി അവരോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന വിഷയങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. ഇവർക്ക് ബോധ്യമുണ്ട്. നമ്മൾ മത്തായി സുവിശേഷം 16:15 വരുമ്പോൾ കർത്താവ് ചോദിച്ചു, നിങ്ങൾ എന്നെ ആരെന്ന് പറയുമ്പോൾ നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് പത്രോസ് മറുപടി പറയുന്നുണ്ട്. പത്രോസ് ആ മറുപടി പറഞ്ഞ പത്രോസാണ് ഈ കർത്താവിനെ ഞാൻ അവനെ അറിയുന്നില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയുവാനായിട്ട് പോകുന്നത്. അതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ള വിഷയമാണ് ഇവിടെ കർത്താവ് മുൻകൂട്ടി പറയുന്നത്. ദൈവത്തിൽ വിശ്വസിക്കുന്നത് പോലെ നിങ്ങൾ എന്നിലും വിശ്വസിക്കണം. അതിന് കർത്താവ് 3 ന്യായങ്ങൾ കൂടി പറയുന്നുണ്ട്. ഒന്ന്, പിതാവാൻ ദൈവത്തിലേക്കുള്ള ഏക വഴി. നമ്മൾ അതിന്റെ 6-ാം വാക്യം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ചു. അത് ഞാനൊന്ന് നമുക്ക് പഠനത്തിന് എളുപ്പത്തിന് വേണ്ടി കൃത്യമായിട്ട് സ്ട്രക്ചർ ആയിട്ട് അങ്ങ് പറഞ്ഞതാണ്. ഒന്നാമത്തെ വേണ്ട, നമ്മൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. ദൈവത്തിൽ വിശ്വസിക്കുന്നത് പോലെ തന്നെ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ ഹൃദയം കലങ്ങുമ്പോൾ ആശ്വാസം ലഭിക്കും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയം ട്രബിൾഡ് ആകുമ്പോൾ, പ്രതിസന്ധിയിലാകുമ്പോൾ, വിശ്വാസ സംബന്ധമായോ ക്രിസ്തീയ ജീവിത സംബന്ധമായോ പ്രതിസന്ധിയിലാകുമ്പോൾ എന്ത് സംഭവിക്കും? കർത്താവിലുള്ള വിശ്വാസം നമുക്ക് അതിന് പരിഹാരം ഒരുക്കും എന്നാണ് കർത്താവ് കൃത്യമായിട്ട് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്? അത് കർത്താവ് കൃത്യമായിട്ട് പറയുകയാണ്. 4 തൊട്ട് 6 വരെ വാക്യങ്ങളിൽ പറയുമ്പോൾ, പിതാവാം ദൈവത്തിന്റെ അടുക്കിലേക്കുള്ള ഏക വഴി ക്രിസ്തുവാണെന്ന് വിശ്വസിക്കണം. അപ്പോൾ ഇവർക്ക് പിതാവാം ദൈവത്തെ കുറിച്ച് അറിയാൻ, ഞങ്ങൾക്ക് ഏക ദൈവമേ ഉള്ളൂ, ഏക പിതാവേ ഞങ്ങൾക്കുള്ളൂ. പരീശന്മാരും സദുക്യരും ഒക്കെ കർത്താവിനെതിരെ നിൽക്കുമ്പോൾ അവരും പറയുന്ന വിഷയം തന്നെയാണ്, ഏക സത്യ ദൈവമേ ഞങ്ങൾക്കുള്ളൂ, ഞങ്ങളുടെ പിതാവ് ആ യഹോവയായ ദൈവമാണ്, അല്ലെ പിതാവും ദൈവമാണെന്ന് പറയുന്നു. നീ ആരാണ് എന്നുള്ളതാണ് കർത്താവിനോട് ഇവർ ചോദിക്കുന്ന വിഷയം. അപ്പോൾ ശിഷ്യന്മാരോട് പറയുന്ന വിഷയം, പിതാവിന്റെ അടുക്കലേക്കുള്ള ഏകമാർഗം അത് ക്രിസ്തുവാണ് എന്ന് വിശ്വസിക്കണം. ആ വിശ്വാസത്തിന് ഇവരത് വിശ്വസിക്കുന്ന ആളുകളാണ്. എന്നാൽ കർത്താവ് ഇവരെ വിട്ട് പോയി കഴിയുമ്പോൾ ഇവരൊരു പ്രതിസന്ധി ഘട്ടത്തിലേക്ക് വരും എന്നത് കർത്താവ് മുൻകൂട്ടി കണ്ടിട്ട് പറയുകയാണ്, ആ ഏക സത്യമാർഗം ഞാനാണ് എന്നതിൽ നിങ്ങൾ ഉറപ്പുള്ളവരായിരിക്കണം. അപ്പൊ വിശ്വാസികളോടുള്ള ബന്ധത്തിൽ നമ്മളൊക്കെ രക്ഷിക്കപ്പെട്ടവരും ദൈവമക്കളുമാണ്. നമ്മുടെ ജീവിതത്തിൽ എല്ലാം സമാധാനപരമായിട്ട് പോകുമ്പോൾ, എല്ലാം കംഫോർട്ടായിട്ട് നടക്കുമ്പോൾ നമുക്ക് പ്രശ്നം, നമ്മൾ വിശ്വാസികളാണ്. എന്നാൽ വിശ്വാസ സംബന്ധമായി പ്രതിബന്ധങ്ങൾ മുന്നിൽ വരുമ്പോൾ നമ്മുടെ നിലപാടുകൾ എങ്ങനെയാണ്? അവിടെയാണ് നമ്മുടെ വിശ്വാസം പരിശോധിക്കപ്പെടുന്നത്. അവിടെ നമ്മുടെ ഹൃദയം തകരാനുള്ള, ചഞ്ചലപ്പെടാനുള്ള സകല ചാൻസും ഉണ്ട്. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, എന്നിൽ നിങ്ങൾക്ക് ഉറച്ച വിശ്വാസം ഉണ്ടായിരിക്കണം. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പിതാവിൽ വിശ്വസിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ അത് യഹൂദനോട് പറയുമ്പോൾ അതിന് പ്രത്യേകതയുണ്ട്. നമ്മളോട് പറയുമ്പോൾ ഏകസത്യ ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ തന്നെ ആ ദൈവികമായിരിക്കും, അല്ലെങ്കിൽ താൻ ദൈവമാണ് എന്നത് പൂർണ്ണമായി വിശ്വസിക്കണം. അതിന്റെ വിശദീകരണം കർത്താവ് താഴോട്ട് തരുന്ന നമ്മൾ അതിലേക്ക് വരും. രണ്ടാമത്തെ വിഷയം, ദൈവത്തിന്റെ അടുക്കിലേക്കുള്ള ഏക മാർഗം ക്രിസ്തുവാണ് എന്ന് വിശ്വസിക്കണം. 4 തൊട്ട് 6 വരെ വാക്യങ്ങള്. 7 തൊട്ട് 9 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് പറയുന്ന ഒരു വിഷയം, പുത്രൻ മാത്രമാണ് പിതാവിനെ വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്ന് വിശ്വസിക്കണം. ഇങ്ങനെ ചില സ്പെസിഫിക് പ്രത്യേകമായിരിക്കുന്ന വിശ്വാസ നിലപാടുകൾ വിശ്വാസിയുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കുമ്പോഴാണ് അവന്റെ വിശ്വാസം ബലമുള്ളതായി തീരുന്നത്, ശക്തിപ്പെടുന്നത്. ഏറ്റുപറഞ്ഞു ക്രിസ്തീയ സമൂഹത്തിൽ എല്ലാം സ്വതന്ത്രമായിട്ട് പോകുമ്പോൾ നമുക്ക് വിഷയങ്ങളൊന്നുമില്ല. ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം, നമ്മുടെ ലോകത്ത് ഒരു വിശ്വാസിയായിട്ട് ഒരു സ്ഥലത്ത് മാത്രം നിൽക്കേണ്ട സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത് നമ്മൾ വിശ്വാസം മാറ്റി വെച്ചിട്ട് നമ്മൾ ലോകത്തോട് ചേർന്ന് പോവുകയാണ്. എന്നാൽ കർത്താവ് നമ്മളെ കുറിച്ച്, കാരണം ഇവര് ലോകം ചെതറി പോകാനായിട്ട് പോവുകയാണ് ക്രിസ്ത്യാനികൾ, അല്ലെങ്കിൽ കർത്താവിന്റെ ശിഷ്യന്മാര് യെരൂശലേമിൽ ഉണ്ടാകുന്ന പീഡന മുഖാന്തരം ചെതറി പോകാനായിട്ട് പോവുകയാണ്. അപ്പൊ അങ്ങനെ പോകാൻ ഒരുങ്ങിയിരിക്കുന്ന, അത് മുൻകൂട്ടി കാണുന്ന കർത്താവ് ഇവർക്ക് കൊടുക്കുന്ന നിർദ്ദേശം, നിങ്ങൾ പിതാവായ ദൈവത്തിൽ വിശ്വസിക്കുന്നത് പോലെ തന്നെ എന്നിൽ വിശ്വസിക്കണം. വിശ്വസിക്കുമ്പോൾ പിതാവിന്റെ അടുക്കിലേക്കുള്ള ഏക വഴി, ഏക മാർഗം ഞാനാണെന്ന് നിങ്ങൾ കുറച്ച് വിശ്വസിക്കണം. ഒന്നാമതായിട്ട്. രണ്ടാമതായിട്ട്, ഞാനാണ്
പിതാവായി ദൈവത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നത്, പുത്രൻ മാത്രമാണ് പിതാവിനെ വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്ന് വിശ്വസിക്കണം. ഈ വിശ്വാസമാണ് നമുക്ക് ആശ്വാസം. അതാണ് കർത്താവ് നിങ്ങളെ ആശ്വസിപ്പിക്കുന്നത്. നിങ്ങളുടെ ഹൃദയം ട്രബിൾഡ് ആകുമ്പോൾ, നിങ്ങൾ ഒറ്റപ്പെട്ടു പോയി എന്ന് ചിന്തിക്കുമ്പോൾ, നിങ്ങൾ പ്രതിസന്ധിയിലായി എന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിന് ആശ്വാസം തരുന്നത് ഒന്നാമതായിട്ട് കർത്താവിലുള്ള വിശ്വാസമാണ്. ആ വിശ്വാസം ശരിയായ നിലയിലുള്ള വിശ്വാസമായിരിക്കണം എന്ന് ഓർപ്പിക്കുന്നു. 7 തൊട്ട് 9 വരെ നമ്മൾ വായിക്കുന്നത്, നിങ്ങൾ എന്നെ അറിഞ്ഞുവെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു. ഇന്ന് മുതൽ നിങ്ങൾ അവനെ അറിയുന്നു, അവനെ കണ്ടുമിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലെന്നാണ് കർത്താവ് പറയുന്നത്. അല്ല, അവിടെ കർത്താവ് പിതാവായ ദൈവവും ഇല്ല, പിതാവും പുത്രനും. ഇതിനു മുമ്പ് കർത്താവ് അനേക പ്രാവശ്യം ഈ വിഷയങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ ഞാനും പിതാവും ഒന്നാകുന്നു എന്നൊക്കെ കർത്താവ് പറയുന്ന രംഗങ്ങളുണ്ട്. എന്നാൽ ഇവിടെ ഈ ട്രബിൾസം ആയിട്ടുള്ള അവർ പ്രതിസന്ധിയിൽ മാനസികമായിട്ട് വളരെ ഒരു പിരിമുറുക്കത്തിന്റെ അവസ്ഥയിലേക്ക് അവർ വന്ന് അവരുടെ വിശ്വാസത്തിൽ ഷെയ്ക്കിങ്, അവർ ഒരു ചഞ്ചലപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിൽ കർത്താവ് കൂടെ ഉള്ളപ്പോൾ തന്നെ ശിഷ്യന്മാര് കർത്താവ് കാല് കഴി, അതിനുശേഷം കർത്താവ് പറഞ്ഞ വാക്കുകള്, യൂദയുടെ ഇറങ്ങിപ്പോക്ക്, പത്രോസ് തള്ളി പറയുന്ന വിഷയം, ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ ഉള്ളിൽ ഓൾറെഡി ഒരു ചഞ്ചലിപ്പ് ഉണ്ടായി. അപ്പൊ അവർ ഈ കർത്താവ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓൾറെഡി വിട്ടുകളഞ്ഞു. അപ്പോൾ കർത്താവ് അവരെ ബലപ്പെടുത്തുന്ന ചിത്രമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. നമ്മൾ കൊലോസ്യ ലേഖനം 2:9 വായിക്കുമ്പോൾ, കൊലോസ്യ ലേഖനം 2:9 നമുക്കറിയാവുന്ന വാക്യമാണ്, ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി ക്രിസ്തുവിൽ വസിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ മുഖാന്തരം ദൈവത്തിന്റെ ആത്മാവ വിഷയം കൃത്യമായി പറയുന്നത്, യേശു ക്രിസ്തു പിതാവായ ദൈവത്തിന്റെ സർവസമ്പൂർണതയും എന്ന് പറഞ്ഞാൽ സ്വഭാവ സവിശേഷതകൾ മുഴുവൻ, ആളത്വപരമായ സവിശേഷതകൾ മുഴുവൻ ദേഹരൂപമായി വസിക്കുന്നത് പുത്രൻ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, എന്നെ കണ്ടിരിക്കുന്നവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ തോമസ് ആവശ്യപ്പെടുന്ന വിഷയം ഞങ്ങൾക്ക് പിതാവിനെ കാണണം എന്നുള്ളതാണ്. ഇതിനു മുമ്പും കർത്താവ് ഈ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും കർത്താവ് ഓരോ സാഹചര്യത്തിൽ പറഞ്ഞു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വിഷയം നമ്മുടെ ഒക്കെ അവസ്ഥ ഇത് എന്ന് പറഞ്ഞാൽ, ദൈവവചനം വായിക്കുമ്പോൾ അത് ശരിയായ നിലയിൽ ഉൾക്കൊള്ളാൻ പലപ്പോഴും നമുക്ക് കഴിയുന്നില്ല. ഇതേ അവസ്ഥ തന്നെ കർത്താവ് പല കാര്യങ്ങളും പറയുമ്പോൾ ഇവർക്ക് ഉൾക്കൊള്ളാനായിട്ട് കഴിയുന്നില്ല. അപ്പൊ ഓരോ പ്രാവശ്യം ഇത് ആവർത്തിച്ച് പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. എന്നാൽ കർത്താവ് വളരെ ശാന്തമായിട്ട്, നിങ്ങളോട് ഞാൻ ഇതിനു മുമ്പേ പറഞ്ഞില്ലേ, ഞാനും പിതാവ് ഒന്നാണെന്നൊന്നും അല്ല കർത്താവോട് പറയുന്നത്. ഹൃദയം നുറുങ്ങിയിരിക്കുന്ന, ഹൃദയം തകർന്നിരിക്കുന്ന, ചഞ്ചലപ്പെട്ടിരിക്കുന്ന ശിഷ്യന്മാരുടെ മുമ്പാകെ കർത്താവ് ആവർത്തിച്ച് അവരുടെ ഹൃദയത്തിന് ആശ്വാസം കൊടുക്കുന്ന നിലയിലാണ് സംസാരിക്കുന്നത്. ഈ കർത്താവിനും നമ്മുടെ മനുഷ്യരോടുള്ള അല്ലെങ്കിൽ ദൈവ ജനത്തോടുള്ള കർത്താവിന്റെ പ്രവൃത്തിയുടെ ഒരു സവിശേഷം നമുക്ക് കാണാനായിട്ട്, നമ്മൾ ഈ അനുസരണം കെട്ടവരും മത്സരികളും ഹൃദയകാഠിന്യമുള്ളവരൊക്കെ ആയിട്ടാണ് നമ്മൾ ഇപ്പോഴും ജീവിക്കുന്നത്, വിശ്വാസികൾ. അപ്പൊ നമ്മൾ ദൈവവചനത്തോടുള്ള നമ്മുടെ ബന്ധത്തിൽ ഹൃദയകാഠിന്യമുണ്ട്, പാപത്തിൽ തുടരുന്ന അവസ്ഥയുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ചഞ്ചലപ്പെടുന്ന അവസ്ഥയിൽ കർത്താവ് ഇതിനെ കണക്കിടാതെ കർത്താവ് ശാന്തമായിട്ട് നമ്മുടെ ഹൃദയത്തിന് ആശ്വാസം പകരുന്ന നിലയിൽ കർത്താവ് പറയുന്ന വിഷയം, ഞാനായിരിക്കുന്നത് പോലെ നിങ്ങൾ എന്നെ വിശ്വസിക്കണം. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, നമ്മുടെ വിശ്വാസ ജീവിതം ആശ്വാസപ്രദം അല്ലെങ്കിൽ വിശ്വാസത്തിൽ ആനന്ദത്തോടെ ജീവിക്കണമെങ്കിൽ നമ്മൾ കർത്താവിനെ കുറിച്ച് ശരിയായ വിശ്വാസ ബോധ്യമുള്ളവരായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ പല കുറവുകളും വരാം. കുറവുകൾ വരാതെ സൂക്ഷിക്കുന്നത് തന്നെ ഈ വിശ്വാസത്തിന്റെയും ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഈ കർത്താവിലുള്ള ശരിയായ വിശ്വാസ ബോധ്യം നമുക്ക് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഇനി 14-ാം അധ്യായം 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കർത്താവ് കൃത്യമായിട്ട് പറയുന്ന വിഷയം, മൂന്നാമത്തെ വിഷയം, ഞാനും പിതാവും സമത്വമുള്ളവരാണ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ആണ്. നമ്മൾ ട്രിനിറ്റിയിലൊക്കെ ആ വിഷയം പഠിക്കുന്നതാണ്, നമുക്കറിയാവുന്ന വിഷയമാണ്. എന്നാൽ ഇവിടെ ശിഷ്യന്മാരോട് കർത്താവ് ഹൃദയം കലങ്ങാതിരിക്കുവാനായിട്ട് പറയുന്ന വിഷയം, നിങ്ങൾക്ക് പിതാവായ ദൈവത്തെക്കുറിച്ച് അറിയാം, നിങ്ങൾക്ക് പിതാവായ ദൈവത്തിൽ പൂർണ്ണമായ വിശ്വാസമുണ്ട്. ഞാൻ ദൈവത്തിന്റെ പുത്രൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കത് വേണ്ടുവോളം ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നുള്ള കാര്യവും കർത്താവിന് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് കർത്താവ് കൃത്യമായിട്ട് പറയുകയാണ്, ഞാനും പിതാവും ഈക്വൽ ആണ്, ഞങ്ങൾ തുല്യരാണ്. നമ്മൾ 9-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത് എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. 10-ാം വാക്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വായിക്കുന്നത്, ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആകുന്നു. ഇത് എങ്ങനെയൊക്കെ വിവരിച്ചാലും മനുഷ്യൻ ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സന്ദേശമാണ് ഈ വിഷയം. എന്നാൽ കർത്താവ് അവരോട്, ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുക്കുന്ന വിഷയം, എന്നെ കണ്ടിരിക്കുന്നവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് ഞാൻ പറയുമ്പോൾ, അല്ലെങ്കിൽ ദൈവത്തിന്റെ സർവ്വസമ്പൂർണ്ണ ദേഹരൂപമായി ക്രിസ്തുവിൽ വസിക്കുന്നു എന്ന് പറയുന്നതിന്റെ ഏറ്റവും ലളിതമായ രൂപമാണ് പറയുന്നത്, ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആകുന്നു എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ മുമ്പാകെ നിൽക്കുന്ന ഈ ഞാൻ ദൈവത്തിന്റെ പ്രതിപുരുഷൻ അല്ലെ പ്രതിരൂപം എന്ന് വേണേൽ പറയാം. ഈക്വൽ ആയിട്ട് സമത്വമുള്ളവനായിട്ട് ഞാൻ തന്നെയാണ് ദൈവം, ഞാൻ തന്നെയാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. അത് നിങ്ങൾ കലങ്ങിപ്പോകാതിരിക്കുവാനായിട്ട് ഈ ഒരു വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അതാണ് കർത്താവ് ആദ്യമായിട്ട് പറയുന്ന വിഷയം. ഇനി നമ്മൾ രണ്ടാമത്തെ പോയിന്റായിട്ട് കണ്ട വിഷയം, ക്രിസ്തുവിന്റെ വാഗ്ദാനങ്ങളിലുള്ള വിശ്വാസം.
അത് നമ്മൾ ഓൾറെഡി രണ്ടും മൂന്നും വാക്യങ്ങളിൽ കണ്ടതാണ്. കർത്താവ് സ്വർഗത്തിൽ സ്ഥലം ഒരുക്കുവാനായിട്ട് പോകുന്നു. ഈ സ്ഥലം ഒരുക്കുവാൻ പോകുന്നു എന്നുള്ള വിഷയത്തെ കുറിച്ചുള്ള ബോധ്യം, അതാണ് നമുക്ക് ആശ്വാസം തരുന്ന മറ്റു വിഷയം. എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ ചിലപ്പോൾ നമ്മൾ കൊല ചെയ്യപ്പെടാം, ആക്രമിക്കപ്പെടാം, ഉപദ്രവിക്കപ്പെടാം, ഒറ്റപ്പെട്ടു പോയേക്കാം, പത്മസ്തുവിന്റെ അനുഭവത്തിലാകാം, പല നിലകളിൽ ഈ വിശ്വാസ ലോകത്തിലെ ജീവിതത്തിൽ നമ്മൾ ആയിത്തീരാം. എന്നാൽ അവിടെ നമ്മളെ ഭരിക്കേണ്ട ഒരു വിഷയം, ഈ മൺകൂടാരം ഇത് ഈ ഭൂമിയിൽ എവിടെ തകർന്നു പോയാലും എങ്ങനെ തകർന്നു പോയാലും മണ്ണിൽ ലയിക്കുവാനായിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഒരുക്കപ്പെടുന്ന ഒരു ഭവനമുണ്ട് എന്നുള്ള പ്രത്യാശ. അപ്പൊ കർത്താവ് ഇവരെ വിട്ടു പോകുമ്പോൾ ഇവര് ഭൂമിയിൽ ഒറ്റപ്പെട്ടു പോകുന്നു എന്നൊരു ചിന്ത ഇവർക്കുണ്ട്. ആ ചിന്തയെ അതിജീവിക്കുവാനായിട്ട് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു വിഷയമാണ് കർത്താവ് പറഞ്ഞ വാഗ്ദാനങ്ങളിൽ നിങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കണം. ഇവിടെ കർത്താവ് കൃത്യമായിട്ട് പറയുന്ന ഒരു വിഷയം മനുഷ്യ മനസ്സിന് ആശ്വാസം ലഭിക്കുന്ന നിലയിലാണ് സംസാരിക്കുന്നത്. ഇവിടെ കർത്താവ് ഞാൻ ഭവനം ഒരുക്കുവാനായിട്ട്, നിങ്ങൾക്ക് വാസസ്ഥലം ഒരുക്കുവാനായിട്ട് പോകുന്നു. ഇത് വേറൊരു മണ്ഡലത്തിലേക്ക്, വേറൊരു സ്ഥലത്തേക്ക് പറിച്ചു നടന്ന ഒരു അനുഭവമായിട്ടല്ല നമ്മുടെ കർത്താവ് നമ്മളെ സ്വർഗത്തിലേക്ക്, അല്ലെ സ്വർഗീയ അനുഭവം എന്ന് പറയുന്നത്. ഇവിടെ സ്വർഗീയ അനുഭവം എന്ന് പറയുന്നത് ഒരു വീട്ടിലേക്ക് പോകുന്ന അനുഭവമാണ്. എന്ന് പറഞ്ഞാൽ ഒരു ഇന്റിമസി ആയിട്ടുള്ള ഒരു ഭവനത്തിലേക്ക്, സ്വന്തം ഭവനത്തിലേക്ക് പോകുന്ന ഒരു അനുഭവം. പലപ്പോഴും നമ്മൾ ഈ വിശ്വാസത്തിന്റെ മഹത്വം, നമ്മൾ സ്വർഗത്തിൽ പോകുന്ന ഒരു ചിന്തയൊക്കെ നമുക്കുണ്ട്. ഈ സ്വർഗത്തിൽ പോകുന്നൊരു സന്തോഷം നമുക്കുണ്ട്. എന്നാൽ സ്വർഗം എവിടെയാ, സ്വർഗം എങ്ങനെയാന്നുള്ളതിനെ കുറിച്ച് വിശ്വാസികൾക്കും അങ്കലപ്പെടണം. നമ്മൾ പ്രസംഗിക്കുകയൊക്കെ ചെയ്യും, പക്ഷെ റിയാലിറ്റിയിലോട്ട് വരുമ്പോൾ വാസ്തവത്തിൽ ഈ സ്വർഗം എങ്ങനെയാണ് പല വിശ്വാസികൾക്കും അങ്ങനെ കൺഫ്യൂഷൻ ഉണ്ട്. എന്നാൽ കർത്താവ് ഈ ഹൃദയം കലങ്ങിയിരിക്കുന്ന ആളുകൾക്ക് മനസ്സിലാകത്തക്ക നിലയിൽ കർത്താവ് പറയുന്ന വിഷയം, ഞാൻ വാസസ്ഥലം ഒരുക്കുവാനും, അതൊരു റിയൽ പ്ലേസ് ആണ്, വസ്തുതാപരമായിരിക്കുന്ന യാഥാർത്ഥ്യമായിരിക്കുന്ന ഒരു സ്ഥലമാണ് സ്വർഗം. അതൊരു ഭാവനയല്ല. ഇങ്ങനെ ഒരു സ്പിയർ ഉണ്ട്, അല്ലെ ഇങ്ങനെ ഒരു മണ്ഡലമുണ്ട്, നിങ്ങളുടെ പ്രാണനെല്ലാം അവിടെ അങ്ങോട്ട് പോകും എന്നുള്ള ഒരു കൺസെപ്റ്റ് അല്ല. അത് വസ്തുതാപരമായിരിക്കുന്ന ഒരു സ്ഥലമാണെന്നും അവിടെ നിങ്ങൾ വസിക്കാനായിട്ട് പോകുകയാണെന്നും കർത്താവ് കൃത്യമായിട്ട് പറയുന്നു. ഇനി അതിനോട് ഉറപ്പായിട്ട് പറയുന്ന മറ്റൊരു വിഷയമാണ് സ്ഥലം ഒരുക്കിയാൽ. 3-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടത്, പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഈ ഒരു വിഷയം ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാനം തന്നെ ഈ ഒരു വിഷയം. മറ്റ് മതവിശ്വാസങ്ങളൊക്കെ പ്രവൃത്തിയിലൂടെ മോക്ഷം പ്രാപിക്കാമെന്ന് പഠിപ്പിച്ച് അവിടെ അങ്ങ് വിടുക. മോക്ഷം പ്രാപിച്ചു ഇല്ലെങ്കിൽ പുനർജന്മം ഉണ്ടാവുന്നൊക്കെ പറഞ്ഞ് എല്ലാ മതങ്ങളും അങ്ങനെ വിടുകയാണ്. അവർക്കൊരു അഷ്വറൻസ് ഇല്ല. എന്നാൽ ക്രിസ്ത്യ വിശ്വാസത്തിന്റെ പ്രത്യേകത, അത് മരണാനന്തര ജീവിതത്തിൽ ഒരു പ്രത്യാശ കൊടുക്കുന്നു. ഇവിടെ കർത്താവ് പറഞ്ഞു, അത് കർത്താവിന്റെ വാക്ക് തന്നെയാണ് അതിന് അടിസ്ഥാനം, ഞാൻ സ്ഥലം ഒരുക്കിയിട്ട് നിങ്ങളെ ചേർക്കുവാനായിട്ട് വരും. അപ്പോൾ ഒരു ക്രിസ്തീയ വിശ്വാസി ഈ ഭൂമിയിലായിരിക്കുമ്പോൾ അവന് ഹൃദയം കലങ്ങിയിരിക്കുന്ന അവസ്ഥയിൽ, ഒറ്റപ്പെട്ടു പോയ അവസ്ഥയിൽ, ഞെരുങ്ങിയിരിക്കുന്ന അവസ്ഥയിൽ അവൻ ഇവിടെ കഴിയുമ്പോൾ അവന്റെ ഹൃദയത്തെ ഭരിക്കേണ്ട വിഷയം, എന്റെ ഞെരുക്കങ്ങൾ അത് ഈ ഭൂമിയിൽ മാത്രമുള്ളതാ. എന്നാൽ വിശാലമായിരിക്കുന്ന സ്വർഗീയ ഭവനത്തിലേക്ക് ഞാൻ പോകുന്ന ഒരു സ്ഥലം, കർത്താവ് എനിക്ക് വേണ്ടി അവിടെ വാസസ്ഥലം ഒരുക്കുന്നു. നമ്മൾ വലിയ കൊട്ടാരങ്ങൾ ഒരുക്കുന്നു, മണിമാളികൾ ഒരുക്കുന്നു ഒക്കെ ആൾക്കാർ വർണ്ണിച്ച് വ്യാഖ്യാനിച്ച് പറയാറുണ്ട്. എന്നാൽ യഹൂദ പാരമ്പര്യ പ്രകാരം, യഹൂദ പശ്ചാത്തലത്തിൽ നമ്മൾ ഈ വിഷയം വായിക്കുമ്പോൾ കുഞ്ഞാടിന്റെ കല്യാണം എന്നുള്ള ആശയത്തോട് ബന്ധപ്പെട്ടാണ് ഈ വിഷയം നിൽക്കുന്നത്. കർത്താവ് പറയുന്ന വാസസ്ഥലം ഒരുക്കും. സ്വർഗീയ ഭവനത്തിൽ ഓരോ വിശ്വാസികൾക്കും തന്റെ കാന്തയെ ചേർത്തുകൊണ്ട് പോകുവാനായിട്ട് ഓരോ റൂമുകൾ പണിയും എന്നുള്ള ആശയത്തിലാണ്. അതാണ് പ്രധാനമായിട്ട് ഒരു വീട്ടിൽ പിതാവ് വസിക്കുന്ന ഭവനത്തിൽ റൂമുകൾ, പുതുതായിട്ട് വിവാഹം കഴിച്ചു വരുന്ന മക്കൾക്ക് റൂമുകൾ പണിത് ചേർക്കുന്നത് പോലെ വീടുകൾ പണിത് ചേർക്കും. അത് ചിലപ്പോൾ കൊട്ടാര സമാനമായിരിക്കും, അതിലേക്കൊക്കെ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ കൃത്യമായിട്ട് കാണും. പക്ഷെ ഇവിടെ ആശ്വസിപ്പിക്കുന്ന വിഷയം എന്ന് പറയുന്നത്, സ്വർഗീയ പിതാവിന്റെ ഭവനത്തോട് അറ്റാച്ച്ഡ് ആയി, അതിനോട് ചേർന്ന് സ്ഥായിയായിരിക്കുന്ന, നമുക്ക് നിത്യം ആശ്വാസം പകരുന്ന ഒരു സ്ഥാനം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ഒരുക്കാനായിട്ട് കർത്താവ് പോകുന്നു. അപ്പോൾ കർത്താവ് ഈ പറഞ്ഞ വാക്കുന്നത്, ഞാൻ നിങ്ങളെ വിട്ട് പോകുകയാണ്, നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോകുകയല്ല. കർത്താവ് ആ വിഷയം താഴോട്ട് വരുമ്പോൾ, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ കർത്താവ് ഇവരെ ഉപേക്ഷിച്ചിട്ട് പോകുകയല്ല. ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം അത് തന്നെയാണ്. അപ്പോൾ കർത്താവ് പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ ഇവരെ ഒറ്റപ്പെട്ടു പോയി, ഐസൊലേറ്റഡ് ആയി പോയി എന്നൊരു ചിന്ത ഇവർക്കുണ്ട്. അതിനെ തരണം ചെയ്യുവാനായിട്ട് കർത്താവ്, നിങ്ങൾ ഞാൻ പറഞ്ഞ വാക്കുകളിൽ ശരിയായ നിലയിൽ വിശ്വസിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ വിശ്വാസ ജീവിതത്തിലും ഈ ഒരു ഉറപ്പ് നമുക്ക് ആവശ്യമായിരിക്കുന്ന വിഷയം. കർത്താവ് ഭവനം ഒരുക്കുവാനായിട്ട് പോകുന്നു. അതേ വാക്യത്തിൽ കർത്താവ് പറയാം, 3-ാം വാക്യം, ഞാൻ നിങ്ങളെ ചേർക്കുവാനായിട്ട് വീണ്ടും വരും. 1 തെസ്സലോനിക്കർ 4:16. അവിടെ നമുക്കറിയാവുന്ന വാക്യമാണ്. കർത്താവ് ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും കാഹളനാദത്തോടും കൂടെ ഭൂമിയിലേക്ക് വരികയും തന്റെ മക്കളെ ചേർക്കുകയും ചെയ്യുമെന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അഷുറൻസ്, കർത്താവ് നമ്മളെ ചേർക്കുവാനായിട്ട് വരും. അതായത് കർത്താവിന്റെ വാഗ്ദത്തത്തിലുള്ള വിശ്വാസം.
അപ്പൊ ഹൃദയം കലങ്ങാതിരിക്കണമെങ്കിൽ ഒന്നാമതായിട്ട് കർത്താവ് ആരായിരിക്കുന്നു എന്നത് വ്യക്തമായി മനസ്സിലാക്കി വിശ്വസിക്കണം. ഒത്തിരി പേര് കർത്താവിൽ വിശ്വാസം, ഇവിടെയുള്ള സകലമാന മനുഷ്യർ, അതായത് യേശുക്രിസ്തുവിനെ കുറിച്ച് കേട്ടിട്ടുള്ള അനേകരും യേശുവിൽ വിശ്വസിക്കുന്നുണ്ട്. ചിലർ ദേവനായിട്ട്, ചിലർ സൗഖ്യം കൊടുക്കുന്നവനായിട്ട്, ചിലർ പ്രവാചകനായിട്ട് പല നിലകളിൽ വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ വാസ്തവത്തിൽ യേശുക്രിസ്തു ആരാണ് എന്ന് മനസ്സിലാക്കി വിശ്വസിച്ച് ആശ്രയിക്കുന്നവർക്കാണ് ശരിയായ ആശ്വാസം കിട്ടുക. രണ്ടാമത്തെ വിഷയം, യേശുക്രിസ്തു പറഞ്ഞ വാഗ്ദത്തങ്ങളിലുള്ള വിശ്വാസം, പ്രോമിസസിലുള്ള വിശ്വാസം. കർത്താവ് വീണ്ടും നമ്മളെ ചേർക്കുവാനായിട്ട് വരും എന്നതിൽ നമ്മൾ ഉറപ്പുള്ളവരായിരിക്കണം. മൂന്നാമതായിട്ട് നമ്മൾ കാണുന്ന വിഷയം, കർത്താവ് പറയുന്ന വിഷയം അതിന്റെ 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ്. താഴോട്ട് അതിന്റെ വിശദീകരണം പറഞ്ഞു വരുന്നുണ്ട്. 12 തൊട്ട് 14 വരുന്ന 12ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. അപ്പൊ കർത്താവ് ചെയ്ത അത്ഭുതങ്ങളെല്ലാം നമ്മൾ ചെയ്യും എന്നതാണ് നമ്മൾ ഫസ്റ്റ് ഹാൻഡ് മനസ്സിലാക്കുന്നത്. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കുന്നു കർത്താവും പറഞ്ഞിട്ടുണ്ട്. ശരിയായ വിശ്വാസം കൊണ്ട് പ്രവർത്തിക്കാം. എന്നാൽ ഇവിടെ എന്താണ് കർത്താവ് ശരിയായ നിലയിൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. എല്ലാവരും കർത്താവ് ചെയ്ത വെള്ളം വീഞ്ഞാക്കിയോ അങ്ങനെ അത്ഭുതങ്ങൾ ചെയ്യുന്ന, കർത്താവ് തന്റെ ദൈവത്വത്തിന്റെ അടയാളമായിട്ട് ആ കാര്യങ്ങൾ ചെയ്തു. കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന, നമ്മളിലൂടെ പ്രവർത്തിക്കുന്ന പ്രവൃത്തികൾ, കർത്താവ് ആരംഭിച്ച ആ വേല നമ്മളിലൂടെ തുടരും എന്നുള്ളതാണ് ഈ വാക്കിന്റെ ആശയം. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 1-ാം വാക്യം. അവിടെ നമ്മൾ വായിച്ചത്, ആരോഹണം ചെയ്ത നാൾ വരെ അവൻ ചെയ്തതും ഉപദേശിച്ചും തുടങ്ങിയ സകലത്തെയും കുറിച്ചായിരുന്നുവല്ലോ. ഇവിടെ ലൂക്കോസിന്റെ സുവിശേഷത്തെക്കുറിച്ച്, ലൂക്കോസ് എഴുതിയ സുവിശേഷത്തെക്കുറിച്ച് ലൂക്കോസ് തന്നെ തിയോഫിലസിനോട് പറയുന്ന വാക്കുകൾ നമ്മൾ വായിക്കുന്നത്, സുവിശേഷം എഴുതിയത് കർത്താവ് ചെയ്തതും ഉപദേശിച്ചും തുടങ്ങിയ കാര്യങ്ങൾ. ഇനി തുടർന്ന് വായിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്താ? ആ ചെയ്ത പ്രവൃത്തിയുടെ കണ്ടിന്യൂവേഷൻ, അതാണ് അപ്പോസ്തല പ്രവൃത്തികൾ എന്ന് നമ്മൾ അതിന്റെ 8-ാം വാക്യത്തിൽ വരുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തി 1-8, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികളാകും. അപ്പോൾ കർത്താവ് ഈ ഇവിടെ പറയുന്ന വിഷയം, അതിന്റെ പ്രായോഗികത എങ്ങനെയാണ് അത് വർക്കൗട്ട് ആവുന്നത് എന്നുള്ള വിഷയമാണ് അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൽ കാണുന്നത്. അപ്പോൾ കർത്താവ് ഉപദേശിച്ചും പ്രവർത്തിച്ചും കാണിച്ച വിഷയങ്ങളെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ, പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പിനാൽ ഭൂമിയിൽ ചെയ്യുവാനായിട്ട് നിയോഗിച്ചിരിക്കുന്നത് ശിഷ്യന്മാരെയാണ്, വിശ്വാസികളെയാണ്. അത് ഈ ട്രബിൾസം ആയിട്ടുള്ള ഹാർട്ടിൽ കർത്താവിനെ കൈവിട്ടു, അല്ലെ കർത്താവ് ഞങ്ങളോട് കൂടെയില്ല എന്നുള്ള ഒരു ചിന്ത മനസ്സിൽ വരുമ്പോൾ നമ്മളെ ബലപ്പെടുത്തേണ്ട വിഷയം, കർത്താവ് ചെയ്ത പ്രവൃത്തി തുടരുവാനായിട്ട് എന്നെ ഏൽപ്പിച്ചിട്ട് കർത്താവ് പോയിരിക്കുക. അത് സുവിശേഷകന്മാരെ മാത്രമല്ല, ഉപദേശിമാരെ മാത്രമല്ല, ഓരോ വിശ്വാസികളെയും, സഹോദരന്മാരെയും സഹോദരിമാരെയും കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന വിഷയം, കർത്താവ് ആരംഭിച്ച ആ നല്ല വേല അത് നമ്മിൽ തുടരുവാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നു. കർത്താവ് രക്ഷാമാർഗം ഒരുക്കിയിട്ട് ആ രക്ഷ വർക്കൗട്ട് ചെയ്യുവാൻ, പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുവാൻ ഏൽപ്പിച്ചിരിക്കുന്നത് വിശ്വാസികളെ. അപ്പൊ അത് അതുകൊണ്ടാണ് പറയുന്നത്, പരിശുദ്ധാത്മാവിന്റെ ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ യെരുശലേമിലും യഹൂദയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികളാവും. യേശുവിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന നല്ല അർത്ഥം, നമ്മൾ ദൈവവചനം മുന്നോട്ട് പഠിച്ചു വരുമ്പോൾ യേശു ക്രിസ്തുവിന്റെ ജീവിക്കുന്ന പ്രതിരൂപങ്ങളായി, സാക്ഷ്യങ്ങളായി ഭൂമിയിൽ ജീവിക്കുവാൻ നിയോഗിക്കപ്പെട്ടവരാണ് വിശ്വാസികൾ. നമ്മളിത് ഒത്തിരി പ്രസംഗിക്കുകയും കേൾക്കുകയൊക്കെ ചെയ്യുമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ഇതിന്റെ ഒരു 7 അയലക്കത്ത് പോലും എത്താത്ത ഒരു നിലയിലാണ് നമ്മൾ ജീവിച്ചത്. കാരണം നമുക്ക് അടിസ്ഥാനത്തിൽ തന്നെ വിഷയങ്ങൾ കിടക്കുക. അതുകൊണ്ടാണ് കർത്താവ് ആദ്യമായിട്ട്, നിങ്ങൾ എന്നിൽ പ്രോപ്പറായിട്ട് വിശ്വസിക്കണം, ഞാൻ എന്തായിരിക്കുന്നുവോ, ഞാൻ ആരായിരിക്കുന്നുവോ അത് വ്യക്തമായി മനസ്സിലാക്കി വിശ്വസിക്കണം, ഞാൻ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾ അതുപോലെ വിശ്വസിക്കണം, ഞാൻ ഏൽപ്പിക്കുന്ന കാര്യങ്ങളിലും നിങ്ങൾ അതുപോലെ വിശ്വസിക്കണം. അപ്പൊ കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ട്രബിൾ ആയിട്ടിരിക്കുമ്പോൾ, പ്രതിസന്ധിയിലായിട്ടിരിക്കുമ്പോൾ, കലങ്ങിയിരിക്കുമ്പോൾ നമ്മളെ ഉത്തേജിപ്പിക്കുന്ന ഒരു വിഷയമാണ്, കർത്താവ് എന്നെ ചില ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ള വിഷയം. ഇനി കർത്താവ് ആരംഭിച്ച പ്രവൃത്തി എന്തായിരുന്നു? യോഹന്നാന്റെ സുവിശേഷം തന്നെ 17-ാം അധ്യായം അതിന്റെ 4-ാം വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ കർത്താവ് ചെയ്ത പ്രവൃത്തിയുടെ സമ്മറി അവിടെ പറയുന്നുണ്ട്. നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിൽ വായിച്ചത് കർത്താവ് പഠിപ്പിച്ചതും പ്രവർത്തിച്ചതും ചെയ്തതും
പഠിപ്പിച്ചതും എന്നുള്ളതാണ് കൃത്യമായിട്ടും. അപ്പൊ ടീച്ചിങ്സ് ആൻഡ് വർക്ക്സ് എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ കർത്താവ് ഉപദേശിച്ചതും കർത്താവ് ചെയ്തതും എന്തായിരുന്നു അതിന്റെ രത്നച്ചുരുക്കം, അല്ലെങ്കിൽ കർത്താവ് ചെയ്തതായിരിക്കുന്ന പ്രവൃത്തികളുടെ ആകെ തുക എന്ന് പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം 17:4 ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു എന്ന് പറയുക. അപ്പോൾ പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ് ആയിരുന്നു കർത്താവ് ചെയ്ത പ്രവൃത്തി. കർത്താവിനെ ഏൽപ്പിച്ചിരുന്ന പ്രവൃത്തി, അല്ലെ കർത്താവിൽ നിക്ഷിപ്തമായ പ്രവൃത്തി അതായിരുന്നു. ആ പ്രവൃത്തി കർത്താവ് തികച്ചു എന്ന് പിതാവിനോട് പറയുന്ന വാക്കാണ് നമ്മൾ 17:4 വായിച്ചത്. അവിടെ വായിച്ചത് നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി ഞാൻ തികച്ചിരിക്കുന്നു. അപ്പോൾ കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നത് പിതാവ് എന്നെ ഫലമേൽപ്പിച്ച പ്രവൃത്തി ഞാൻ നിങ്ങളിലേക്ക് കമ്മ്യൂണിക്കേറ്റ്, ട്രാൻസ്ഫർ ചെയ്തിരിക്കുകയാണ്. എന്താണ് ആ പ്രവൃത്തി? പിതാവിനെ മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പൊ ദൈവത്തിന് മഹത്വം കരയറ്റുന്ന നിലയിൽ ജീവിക്കുക എന്നുള്ളതാണ്, പ്രവർത്തിക്കുക എന്നുള്ളതാണ്, ഉപദേശിക്കുക എന്നുള്ളതാണ് വിശ്വാസികളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം. ഈ ഒരു ഉത്തരവാദിത്വ ബോധം നമ്മുടെ ഹൃദയത്തിൽ നമ്മളെ ഭരിച്ചാൽ മാത്രമേ ഹൃദയം കലങ്ങിയിരിക്കുമ്പോൾ ആശ്വസിക്കുവാനായിട്ട് കഴിയുള്ളൂ. എന്താ ഹൃദയം കലങ്ങിയുമ്പോൾ ആശ്വസിക്കും? ഇപ്പൊ ഉത്തരവാദിത്വ ബോധം ഉണ്ടെങ്കിൽ ഹൃദയ കലക്കം എങ്ങനെയാണ് മാറുന്നത് എന്ന് പറഞ്ഞാൽ, ഈ ഹൃദയത്തിൽ കലക്കം ഉണ്ടാകുമ്പോൾ നമ്മൾ അലസരായി പോവും, ഉദാസീനതരായി പോവും, നിഷ്ക്രിയരായി പോവും, വെറുതെ ഇരുന്ന് ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കാനായിട്ടുള്ളതല്ല കർത്താവിന്റെ വിളിയും നിയോഗവും എന്നുള്ള വിഷയം കർത്താവ് ഓർപ്പിച്ചിട്ട് കർത്താവ് പറയുകയാണ്, പിതാവിനെ മഹത്വപ്പെടുത്തുക എന്നുള്ളതായിട്ട് ആണ് നിങ്ങളുടെ ഉത്തരവാദിത്വം. എന്റെ ഉത്തരവാദിത്വം അതായിരുന്നു, അത് ഞാൻ തികച്ചിരിക്കുന്നു. കർത്താവ് ആ ചെയ്ത പ്രവൃത്തി, കർത്താവ് പിതാവിന്റെ സന്നിധിയിലേക്ക് തന്റെ ആ ഉത്തരവാദിത്വം, താൻ ഏൽപ്പിച്ച ഉത്തരവാദിത്വം അത് ചെയ്തു തീർത്തു എന്ന് പറയുമ്പോൾ നമ്മൾ പറയും കർത്താവ് ക്രൂശന്മേൽ കിടന്ന സകലവും നിവൃത്തിയായി. ഇത് നമുക്ക് പറയാൻ എളുപ്പമാണ്. പക്ഷെ കർത്താവ് 3.5 വർഷം 33 വർഷം കർത്താവ് ഭൂമിയിൽ ജീവിച്ചു. ജനിച്ച സമയം മുതൽ ക്രൂശിക്കപ്പെടുന്ന സമയം വരെയും കർത്താവ് കടന്നുപോയ വഴികൾ നമ്മൾ ചിന്തിച്ചാൽ ഈ ശിഷ്യന്മാരുടെ ഹൃദയം കലങ്ങത്തക്ക നിലയിൽ കർത്താവ് അനുഭവിച്ചത് വെച്ച് നോക്കിയാൽ ഇവർ അതിന്റെ 7 ഇലക്കത്ത് പോലും അവർ എത്തിയിട്ടില്ല. പക്ഷെ ഒരല്പം പ്രയാസം വന്നപ്പോഴത്തേനും ഇവർ തകർന്നുപോയി. അപ്പോൾ ആ ഒരു അവസ്ഥ കണ്ടിട്ട് പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തെ ഭരിക്കേണ്ട വിഷയം പിതാവിനെ മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പൊ കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം നമുക്ക് ആശ്വാസം പകരുന്നു എന്ന് പറഞ്ഞാൽ, കർത്താവിൽ വിശ്വസിക്കുകയും കർത്താവിന്റെ വാഗ്ദത്തത്തിൽ വിശ്വസിക്കുകയും മാത്രമല്ല, കർത്താവ് ചെയ്യാൻ തന്നിരിക്കുന്ന പ്രവൃത്തികളിൽ വിശ്വസ്തരായിരിക്കണമെന്നുള്ള ആ കർത്തവ്യബോധം അത് നമ്മളെ ഈ ഹൃദയം കലങ്ങുമ്പോൾ ബലപ്പെടുത്തുന്ന ഒരു വിഷയമാണ് എന്നതാണ് നിരാശ. എന്ന് പറഞ്ഞാൽ കർത്താവിനെ വെറുതെ അങ്ങ് ആക്കിയിട്ട് എനിക്ക് ചില ഉത്തരവാദിത്വങ്ങൾ തന്നിട്ടുണ്ട്, എനിക്ക് ചില റെസ്പോൺസിബിലിറ്റി തന്നിട്ടുണ്ട്. ഇനി അത് എങ്ങനെ നിറവേറ്റും കർത്താവ് അതാണ് വിശദീകരിക്കുന്നത്. 13-14 വാക്യത്തിലേക്ക് വരുമ്പോൾ, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. ആ പ്രവൃത്തിയാണ് നമ്മൾ വായിച്ചത്, പിതാവിനെ മഹത്വപ്പെടുത്തുക, പിതാവ് ഏൽപ്പിച്ച ശുശ്രൂഷകൾ നിറപടിയായിട്ട് നിവർത്തുക, ഞാൻ തികച്ചിരിക്കുന്നു എന്ന് കർത്താവ് പറയുന്നു. അപ്പോൾ പിതാവ് പുത്രനെ ഏൽപ്പിച്ച പ്രവൃത്തികൾ, ദൈവത്വത്തിൽ അവർ ഷെയർ ചെയ്തിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നിറപടിയായിട്ട് നിവർത്തിച്ചപ്പോൾ തന്റെ മക്കളോട്, തന്റെ ശിഷ്യന്മാരോട് കർത്താവ് പറയും, നിങ്ങളിലേക്കും ഞാൻ ചില പ്രവൃത്തികൾ നിക്ഷിപ്തമാക്കി വെച്ചിട്ടുണ്ട്, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി നിങ്ങളും എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. ഇത് ഉടനെ രോഗശാന്തി കൊടുക്കാനും ഭൂതങ്ങളെ പുറത്താക്കാനും അത്ഭുതം പ്രവർത്തിക്കാനുമാണോ എന്ന് നമ്മൾ ദൈവവചനത്തിലൂടെ സഞ്ചരിക്കണം. അപ്പോസ്തലന്മാര് തങ്ങളുടെ ശുശ്രൂഷ യാത്രയിൽ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്, വളരെ വിരളമായിട്ട് 1-2 പ്രാവശ്യമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് ആളുകൾ അത് പ്രൊഫഷനായിട്ട് കൊണ്ടു നടക്കുന്നുണ്ട്. അതിന്റെ ഭവിഷ്യത്ത് ക്രിസ്തീയ വിശ്വാസ സാക്ഷ്യത്തെ മൊത്തം ബാധിക്കുന്നുമുണ്ട്. എന്നാൽ ഇവിടെ വാസ്തവത്തിൽ കർത്താവ് എന്താണ് പറയുന്നത്? 13-14 വാക്യങ്ങളിൽ വരുമ്പോൾ കർത്താവ് പറയുകയാണ്, എങ്ങനെയാണ് ഞാൻ ചെയ്യുന്ന പ്രവൃത്തി നിങ്ങളിലൂടെ നിറവേറപ്പെടുന്നത്. 13-14 വാക്യങ്ങൾ നമ്മൾ വായിക്കാൻ നമ്മൾ പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന അറിയുന്ന വാക്യമാണത്. നിങ്ങൾ എന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. കർത്താവ് വളരെ കൃത്യമായിട്ട് പറയുന്ന ഒരു വിഷയം അവിടെ. അവിടെയും കർത്താവ് പറയുന്നത് പിതാവ് മഹത്വപ്പെടേണ്ടതിന് ഞാൻ അത് ചെയ്തു തരും. ഈ പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ ഈ വിഷയങ്ങൾക്കെല്ലാം വളരെ വിശാലമായ ആശയമുണ്ട് എന്ന് കാണുവാനായിട്ട് കഴിയും. ഇവിടെ കർത്താവ് ഒരു വാഗ്ദത്തം പറയുന്നതാണ്. 13-ാം വാക്യം, ഞാൻ ചെയ്തു തരും. അതാണ് വാഗ്ദത്തം. എന്ത് വാഗ്ദത്തം? നിങ്ങൾ പിതാവിനോട് അപേക്ഷിക്കുന്നത്, അതായത് നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ കേൾക്കും, അതാണ് പറയുന്നത്.
എന്തിനു വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത്? അതാണ് പ്രധാനപ്പെട്ട വിഷയം. യാക്കോബിന്റെ ലേഖനത്തിൽ വരുമ്പോൾ നമ്മളുടെ പ്രാർത്ഥനയെക്കുറിച്ച് അവിടെ യാക്കോബ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, നിങ്ങളിൽ ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിനു വേണ്ടി വല്ലാതെ യാചിക്കൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് പലപ്പോഴും മറുപടി കിട്ടുന്നില്ല. യാക്കോബിന്റെ ലേഖനം 4:3 ഭോഗങ്ങളിൽ ചിലവിടേണ്ടത്. എന്തിനാ ഭോഗങ്ങളിൽ ചിലവിടുക എന്ന് പറഞ്ഞാൽ? നമ്മുടെ ഭൗമിക ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, അല്ലെ, കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് അത് അധികമായതുകൊണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ ഫോക്കസ്ഡ് ആയതുകൊണ്ട് പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല. എന്തിനു വേണ്ടിയാ പ്രാർത്ഥിക്കേണ്ടത്? ദൈവഹിതത്തിൽ നിറവേറപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. 1 യോഹന്നാൻ 5:4 വരുമ്പം 1 യോഹന്നാൻ 5:4 5:14 അവന്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാകുന്നു. ഈ വാക്യമൊക്കെ നമുക്ക് അറിയാവുന്നതാണ്, അതുകൊണ്ട് ഒത്തിരി വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. എന്നാൽ ഇവിടുത്തെ സന്ദേശം എന്താണ് കർത്താവ് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? ഈ 13 വാക്യത്തിൽ എന്റെ നാമത്തിൽ നിങ്ങൾ അപേക്ഷിക്കുന്നതൊക്കെയും, അത് നമ്മൾ ആരോട് അപേക്ഷിക്കുന്നത്? കർത്താവിനോട് അപേക്ഷിക്കുന്നത്. അത് കർത്താവ് പിതാവിന്റെ മഹത്വത്തിനു വേണ്ടി നമുക്ക് ചെയ്തു തരും. അപ്പോൾ ഈ ചെയ്തു തരും എന്ന് പറയുമ്പോൾ നമ്മൾ ചോദിക്കുന്നതല്ല ഇങ്ങ് തരും എന്ന ആശയമില്ല. പിതാവിന്റെ മഹത്വത്തിന് എന്താണോ ഉതകുന്നത് അതാണ് ചെയ്തു തരുവാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഭൗമികമായി ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ അത് പിതാവിന്റെ മഹത്വത്തിന് ഉതകുന്നതായിരിക്കണം എന്ന് ആണ് പിതാവ്, അല്ലെ, കർത്താവ് നമ്മളെ കുറിച്ച്, ശിഷ്യന്മാരെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു പ്രാർത്ഥനയോട് ബന്ധപ്പെട്ട് നമുക്ക് ഇതൊരു വാഗ്ദത്വമാണ്. എന്ത്? ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും. ആ വാഗ്ദത്വത്തിന് ഒരു വ്യാപ്തിയുണ്ട്. അവിടെ പറയുന്നത് അപേക്ഷിക്കുന്നത് ഒക്കെയും, 13 വാക്യത്തിന്റെ എന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് ഒക്കെയും. ആ ഒക്കെയും എന്നതിന്റെ വിഷയം എല്ലാം തരുമെന്നല്ല, പിതാവിന്റെ മഹത്വത്തിനു വേണ്ടി ഉതകുന്നതൊക്കെയും എന്നാണ് അതിന്റെ വിശദീകരണത്തിൽ നമുക്ക് താഴേക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഈ വാഗ്ദത്വത്തിന്റെ അടിസ്ഥാനം, ഒന്നാമത്തെ വിഷയം വ്യാപ്തിയാണ്, അത് അപേക്ഷിക്കുന്നതൊക്കെയും തരും. രണ്ടാമത്തെ വിഷയം വാഗ്ദത്തത്തിന്റെ ബേസിസ് അല്ലെങ്കിൽ അടിസ്ഥാനം, അത് എന്റെ നാമമാണ്. ഈ എന്റെ നാമം വരാൻ കാരണം ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായിട്ട് നിൽക്കുന്നത് കർത്താവായതുകൊണ്ട് കർത്താവിന്റെ നാമത്തിലെ അടിസ്ഥാനമാക്കിയാണ് നിങ്ങൾ എന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും. പിതാവിനോട് നേരിട്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് സാവകാശമുണ്ടെങ്കിലും കർത്താവിൽ മുഖാന്തരം, അതാണ് കർത്താവ് മധ്യസ്ഥനായിട്ട് നിൽക്കുന്നത്, കർത്താവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതിന് പുത്രൻ തന്നെ നമുക്ക് മറുപടി തരുമെന്നാണ് ഈ 13 വാക്യത്തിൽ പറയുന്നത്. പിതാവ് മറുപടി തരുമെന്ന് പിന്നീട് 16 അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. 16 അധ്യായം 23 വാക്യത്തിൽ വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് തരും. അപ്പോൾ പുത്രന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന വിഷയങ്ങൾക്ക് പുത്രനും മറുപടി തരും, പിതാവും മറുപടി തരും. കർത്താവ് ഇതിലൂടെ പറഞ്ഞു വരുന്ന സന്ദേശം, പിതാവ് എന്നിലും ഞാൻ പിതാവിനിലും, ഞങ്ങൾ ഒന്നാണ്, ഞാൻ ദൈവമാണ് എന്നുള്ള വിഷയം ശിഷ്യന്മാർക്ക് ഒന്ന് ഉറപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് കർത്താവ് ഈ നിലയിൽ പ്രവർത്തിക്കുന്നതെന്ന് കാണുവാനായിട്ട് കഴിയും. ഇനി വാഗ്ദത്തത്തിന്റെ വിഷയത്തിൽ മൂന്നാമത്തെ വിഷയം, വാഗ്ദത്തത്തിന്റെ ഈ ഒരു വിഷയത്തിന്റെ ഉദ്ദേശം എന്താണ്? ഈ അടിസ്ഥാന വിഷയത്തോട് ചേർത്ത് ഒരു വാക്യം കൂടെ 14-15 വാക്യങ്ങളൂടെ ചേർത്ത് ചിന്തിക്കുന്നത് നല്ലതാണ്. അടിസ്ഥാനം, അതായത് യേശുക്രിസ്തുവിന്റെ നാമത്തിലാണ് തരുന്നത്. അത് എങ്ങനെ തരും? അത് നമ്മുടെ ഒരു പാർട്ട് അതിനകത്തുണ്ട്. അതായത് യേശുക്രിസ്തുവിന്റെ നാമത്തിലാണ്, അതാണ് അടിസ്ഥാനം. എന്നാൽ ശിഷ്യന്മാരുടെ ഒരു പാർട്ട് അതിനകത്തുണ്ട്, അതാണ് 14-15 വാക്യങ്ങൾ. നിങ്ങൾ എന്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു. കർത്താവ് കൃത്യമായിട്ട് പറയാം, നിങ്ങൾ എന്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞങ്ങൾ നിങ്ങൾക്ക് തരും. അപ്പൊ യേശു കർത്താവിന്റെ നാമത്തിൽ യേശുവിനോട് പ്രാർത്ഥിക്കുന്നു എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? അവിടെ കർത്താവ് പറയുന്നത് നിങ്ങൾ എന്നോട് ആവശ്യപ്പെടുന്നത്, ഞാൻ എന്റെ നാമത്തിൽ ഞാനായിട്ട് അത് നിങ്ങൾക്ക് ചെയ്തു തരും. അടുത്ത വാക്കെന്താ? അടുത്ത വാക്കാണ് പ്രധാനപ്പെട്ട വിഷയം. 15 വാക്യം, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളൂ. അപ്പോൾ ഇവിടെ ഒരു കണ്ടീഷൻ വെച്ചിരിക്കുക, നിങ്ങൾ എന്റെ കൽപ്പനകളെ കാത്തുകൊണ്ട് എന്നോട് അപേക്ഷിച്ചാൽ നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ കേൾക്കും. അപ്പൊ പ്രാർത്ഥന കേൾക്കുന്നത് കണ്ടീഷണൽ ആണോ എന്നതാണ് അവിടുത്തെ വിഷയം.
പ്രാർത്ഥന കർത്താവ് തന്റെ മക്കളുടെ പ്രാർത്ഥന കേൾക്കും, പക്ഷെ അതിന് കണ്ടീഷൻ വെച്ചിട്ടുണ്ട്. എന്താ? നിങ്ങൾ എന്റെ കൽപ്പനകളെ അനുസരിക്കുന്നുവെങ്കിൽ. അപ്പൊ അതിന് വിഷയം താഴോട്ട് വരുമ്പോൾ കർത്താവ് കൃത്യമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ എന്റെ സന്ദേശം ലഭിച്ചിട്ട് എന്ന് പറഞ്ഞാൽ ദൈവവചനം പ്രാപിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയോടുള്ള ബന്ധത്തിലാണ് കർത്താവ് മറുപടിയുമായിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നത്. ഏറ്റവും ലളിതമായ ആശയം അതാ. നമ്മൾ ദൈവവചനം പഠിക്കുകയും അനുസരിക്കുകയും ചെയ്തിട്ട് പിതാവിന്റെ മഹത്വത്തിനു വേണ്ടി അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ പ്രാർത്ഥനാ വിഷയം സ്വാഭാവികമായിട്ടും ദൈവഹിതപ്രകാരമുള്ളതായിരിക്കും, പിതാവിന് അല്ലെങ്കിൽ ദൈവത്തിന് മഹത്വം കരയറ്റുന്ന ഒന്നായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള പ്രാർത്ഥനകളാണ് പ്രധാനമായിട്ട് കേൾക്കുന്നത്. അപ്പോൾ നമ്മുടെ പാർട്ടിലും ഒരു വിഷയമുണ്ട്, ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുവാനായിട്ട് ആവശ്യമുണ്ട്. ഇനി ഈ വാഗ്ദത്തത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് പിതാവ് പുത്രനിൽ മഹത്വപ്പെടുത്തുക. 13-ാം വാക്യമാണ്, നിങ്ങൾ എന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന്. പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന്. ഇത് കർത്താവ് ഇങ്ങനെ എടുത്തു പറയാനൊരു കാരണമുണ്ട്. പിന്നീട് കർത്താവ് വരുമ്പോൾ പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളിലും പിതാവ് എന്നിലും. അപ്പൊ ഇതൊരു ചെയിനായിട്ട് ഏറ്റവും ഇന്റിമസിയോടുകൂടി അടുപ്പത്തോടുകൂടി ഒന്നായി ചേർന്ന് നിൽക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ പിതാവിൽ പുത്രൻ നിൽക്കുന്നു, പുത്രനിൽ നമ്മളായിരിക്കുന്നു. അപ്പോൾ ദൈവവും ദൈവമക്കളും ഏകീഭാവത്തോടുകൂടി ഐക്യതയോടുകൂടി നമ്മുടെ മലയാള ഭാഷ കൂട്ടായ്മ ബന്ധത്തിൽ ഒരു ഭവനത്തിലെ പിതാവും മക്കളും എന്നുള്ള നിലയിലേക്ക് ഇന്റിമസിയോടുകൂടി അടുത്ത്. ഇവിടെ നമുക്ക് പിതാവും മക്കളും ഒക്കെ തമ്മിൽ പല ക്ലാഷസും ഉണ്ടാകും. എന്നാൽ ദൈവസന്നിധിയിൽ അങ്ങനെയല്ല. അവിടെ പറയുന്നത് പിതാവ് എന്നിലും ഞാൻ പിതാവിലും ആയിരിക്കുന്നത് പോലെ നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കർത്താവ് പറയുന്നത് ആ പിതാവിൻ നിങ്ങളുടെ ജീവിതം കൊണ്ടും എൻ്റെ ജീവിതം കൊണ്ട് പിതാവിന് മഹത്വം ഉണ്ടായതുപോലെ, എൻ്റെ പ്രവൃത്തി കൊണ്ട് പിതാവിന് മഹത്വം ഉണ്ടായതുപോലെ, എൻ്റെ ഉപദേശങ്ങൾ കൊണ്ട് എൻ്റെ വാക്കുകൾ കൊണ്ട് പിതാവിന് മഹത്വം ഉണ്ടായതുപോലെ നിങ്ങളുടെ ജീവിതം കൊണ്ടും ദൈവത്തിന് മഹത്വം ഉണ്ടാകണം എന്നുള്ളതാണ്. ഇനി അങ്ങനെ ഉണ്ടായി കഴിയുമ്പോൾ അതിന്റെ റിസൾട്ട് ഇത് നമുക്ക് സ്വാഭാവികമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയമല്ല. റോമാലേഖനം 8-ാം അധ്യായം 26-ാം വാക്യത്തിൽ വരുമ്പോൾ നമ്മുടെ ബലഹീനതകൾക്ക് നാം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നാം അറിയത്തില്ലാത്തത് കൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തുണയായിട്ട് നിൽക്കുന്നു. അടുത്ത വാക്യത്തിൽ വരുമ്പോൾ ഈ കാര്യസ്ഥനായിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് യോഹന്നാൻ ഇവിടെ വെളിപ്പെടുന്നത്. അല്ലെ, കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നത് ഈ കാര്യസ്ഥനെ കുറിച്ചാണ്. വേണ്ടും പോലെ പ്രാർത്ഥിക്കാൻ നമുക്കറിയത്തില്ല. അപ്പൊ നമ്മൾ ഇതൊക്കെ ചെയ്തിട്ട് പ്രാർത്ഥിക്കണം എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുവാനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിൽ നിത്യം അധിവസിക്കുവാനായിട്ട് കർത്താവ് തന്നിരിക്കുക. അതാണ് നമ്മൾ അതിന്റെ 16-ാം വാക്യത്തിൽ വായിക്കുന്നത്. അവൻ സത്യത്തിന്റെ ആത്മാവ് എന്നൊരു മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് വേണ്ടി അയക്കും. അപ്പോൾ നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുവാനായിട്ട് പരിശുദ്ധാത്മാവിനെ കർത്താവ് അയക്കുന്നു എന്നോട് പറയുക. ഇതിന്റെ ഫലം എന്ന് പറയുന്നത് നമ്മൾ അതിന്റെ ആ വാഗ്ദത്തമാണ്, ഞാൻ ചെയ്തു തരും. 13-ാം വാക്യത്തിന്റെ അവസാന ഭാഗം ഞാൻ ചെയ്ത് തരും. ഏത്? നിങ്ങൾ എന്നോട് ചോദിക്കുന്ന വിഷയം ഞാൻ ചെയ്തു തരും, പക്ഷെ അതിനൊരു കണ്ടീഷനുണ്ട്. അത് പിതാവിന്റെ മഹത്വത്തിന് ഉതകുന്ന നിലയിൽ ഉതകുന്നതാണെങ്കിൽ. ഈ രണ്ട് കണ്ടീഷനാണ് അവിടെ വെക്കുന്നത്. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ പല കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ചില രോഗങ്ങൾ പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ ദൈവ സൗഖ്യം തരില്ല. ചില രോഗങ്ങൾക്ക് സൗഖ്യം തരും. ഈ ചില രോഗങ്ങൾക്ക് സൗഖ്യം തരുമ്പോൾ ആ സൗഖ്യത്താൽ പിതാവിന് ദൈവത്തിന് കർത്താവിന് മഹത്വം ഉണ്ടാകുമെങ്കിൽ സൗഖ്യം തരും. ചില രോഗങ്ങൾക്ക് വിടുതൽ കിട്ടാതിരിക്കുന്നതാണ് പിതാവിന് മഹത്വം. പൗലോസ് അപ്പോസ്തലനാണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു ഉദാഹരണം. പൗലോസിന്റെ ജീവിതത്തിൽ ഒരു ശൂലം കൊടുത്തിട്ട് പൗലോസ് ഒത്തിരി അപേക്ഷിച്ച് എനിക്കിതൊന്ന് മാറ്റിത്തരണം. കർത്താവ് എന്താ പറയുന്നത്? എൻ്റെ കൃപ നിനക്ക് മതി. അവിടെ പൗലോസിന്റെ ജീവിതത്തിൽ ഈ ശൂലം ഇരുന്നത് കൊണ്ട് ദൈവനാമം മഹത്വപ്പെട്ടത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ പൗലോസിന്റെ എഴുത്തുകൾ പരിശോധിച്ചാൽ മതി. സഭയ്ക്ക് വേണ്ട ഉപദേശ സംഹിത കൃത്യമായിട്ട് കൃത്യവ്യവസ്ഥിതിയോടെ രേഖപ്പെടുത്തി ആലേഖനം ചെയ്ത് സഭയ്ക്ക് തരുവാനായിട്ട് പൗലോസിനെ കർത്താവ് ഉപയോഗിച്ചപ്പോൾ അതിന് മുഖാന്തരമായി നിന്നത് ഈ ശൂലമാണ്. നമ്മുടെ ജീവിതത്തിൽ ചില രോഗങ്ങൾ, ചില ബുദ്ധിമുട്ടുകൾ, ചില ശൂലങ്ങൾ ഇങ്ങനെ സ്ഥിരമായിട്ട് നിൽക്കുന്നതിന് കാരണം നമ്മൾ പറയും കർത്താവിന് എന്നോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല. ആ ശൂലം ഉണ്ടെങ്കിലേ കർത്താവിന് നമ്മളെ പ്രയോജനപ്പെടുത്താനായിട്ട് പറ്റത്തുള്ളൂ. അത് പല നിലകളിലാകാം. അപ്പോൾ കർത്താവ് തന്നതിന്റെ ഉദ്ദേശം അതാണ്. ചില പ്രാർത്ഥനകൾക്ക് കർത്താവ് ഡിലേ ചെയ്യും, ആൻസർ ഡിലേ ചെയ്യും. അത് കർത്താവ് തന്റെ മഹത്വത്തിന് വേണ്ടിയാണ് ഡിലേ ചെയ്യുന്നത്. ചിലത് ഇമ്മീഡിയറ്റ് ആയിട്ട് മറുപടി തരും, ചിലതിന്
വെയിറ്റ് ചെയ്യാൻ പറയും. നമുക്ക് ക്ഷമയില്ലാത്തതുകൊണ്ട് നമ്മൾ പലപ്പോഴും വെപ്രാളപ്പെട്ട് കർത്താവിനെ കൈവിട്ടു എന്നാണ് ചിന്തിക്കുന്നത്. പക്ഷെ വെയിറ്റ് ചെയ്യുവാനായിട്ടാണ് കർത്താവ് പറയുന്നത്. സങ്കീർത്തനം 27:14 വരുമ്പോൾ കർത്താവിൽ പ്രത്യാശിക്കുക, കർത്താവ് അതിന് മറുപടി തരും എന്നുള്ള ആശയോടുകൂടി വെയിറ്റ് ചെയ്യുക എന്നാണ് സങ്കീർത്തനം 27:14 പറയുന്നത്. അപ്പോൾ ഈ 4 കാര്യങ്ങളാണ് പ്രാർത്ഥനയുടെ ബന്ധത്തിൽ. ഒന്ന്, അതിന്റെ വ്യാപ്തി എന്ന് പറയുന്നത് അപേക്ഷിക്കുന്ന എല്ലാ വിഷയങ്ങളും. അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി ദൈവകൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ദൈവവചന വ്യവസ്ഥിതിയിൽ നിന്നുകൊണ്ട് പിതാവിനോട് അപേക്ഷിക്കുന്ന എല്ലാ കാര്യങ്ങളും കർത്താവ് നമുക്ക് ചെയ്തു തരും. അതാണ് അതിന്റെ രത്ന ചുരുക്കം. ഭോഗങ്ങളിൽ ചെലവിടുവാൻ വേണ്ടി അധികം ആവശ്യപ്പെടുന്നത് പലപ്പോഴും കർത്താവ് നിഷേധിക്കും. ഇന്ന് വിഷയങ്ങളുടെ ഭോഗങ്ങളിൽ ചിലവിടുക എന്ന് പറഞ്ഞാൽ ലോകത്തിൽ സുഖകരമായി ജീവിക്കാൻ വേണ്ടിയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഇന്ന് കൂടുതൽ പ്രാർത്ഥിക്കുന്നത്. ആഹാരം വേണം, വസ്ത്രം വേണം, വണ്ടി വേണം, വീട് വേണം, സ്റ്റാറ്റസ് വേണം, ലോകത്താലുള്ള അംഗീകാരം വേണം. ഇതിനുവേണ്ടി എന്ത് ചെയ്യാനും വിശ്വാസികൾ തയ്യാറാണ്. അങ്ങനെയുള്ള പ്രാർത്ഥന ദൈവം തന്റെ ശിഷ്യന്മാരിൽ നിന്ന്, അല്ലെങ്കിൽ ആ ഒരു സ്റ്റാറ്റസിൽ ജീവിക്കാൻ, ലോകത്തിലുള്ള സ്റ്റാറ്റസിൽ ജീവിക്കാനായിട്ട് ദൈവം പ്രാർത്ഥിക്കാനായിട്ട് ശിഷ്യന്മാരെ കുറിച്ച്, വിശ്വാസികളെ കുറിച്ച് താല്പര്യപ്പെടുന്നില്ല. പിതാവിന്റെ മഹത്വത്തിന് ഉതകുന്ന പിതാവിന് മഹത്വം വരുന്ന വിഷയങ്ങൾ എന്ത് നിങ്ങൾ അപേക്ഷിച്ചാലും അത് നിങ്ങൾക്ക് തരും. അതെന്തൊക്കെയാണ്? ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നു. അതാ പറഞ്ഞ വചനം അനുസരിച്ചുകൊണ്ട് അപേക്ഷിക്കണം. യേശുക്രിസ്തുവിന്റെ നാമമാണ് അടിസ്ഥാനം, നമുക്ക് മറുപടി ലഭിക്കുന്നതിന് അടിസ്ഥാനം. എന്നാൽ അതേപോലെ തന്നെ നമ്മുടെ ഒരു പങ്കാളിത്തം അതിലുണ്ട്. നാം ദൈവത്തിന്റെ കൽപ്പനകൾ, ദൈവവചനം പഠിക്കുകയും അനുസരിക്കുകയും ചെയ്തുകൊണ്ട് അപേക്ഷിക്കണം. ഉദ്ദേശം എന്ന് പറയുന്നത് ഈ പ്രാർത്ഥന നമ്മൾ ദൈവം കർത്താവ് ചെയ്ത പ്രവൃത്തി നമ്മൾ ചെയ്യുന്നുള്ള വിഷയം നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ പ്രാർത്ഥനയാൽ ഈ വിഷയം മുന്നോട്ട് ചുവടുകൾ വയ്ക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ പ്രവൃത്തി, നമ്മൾ എന്താണോ പ്രവർത്തിക്കാൻ പോകുന്നത് അത് പിതാവിന് മഹത്വം കരയറ്റുന്നതായിരിക്കണം. അതിനുവേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതെന്നാണ് അതിന്റെ ആശയം. ഇനി കർത്താവ് പറഞ്ഞേക്കുന്ന വിഷയം ഞാൻ ചെയ്തു തരും. ഇനി 13-ാം അധ്യായം 12-ാം വാക്യത്തില് ഒരു കാര്യം പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നത്, അതിന്റെ അവസാന ഭാഗം, ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിൽ വലിയതും നിങ്ങൾ ചെയ്യും. 12-ാം വാക്യത്തിന്റെ ആദ്യ ഭാഗത്ത് വായിക്കുന്നത് ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. എന്നാൽ അതിന്റെ അവസാന ഭാഗത്ത് വരുമ്പോൾ വായിക്കുന്നത് അത് ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിൽ വലിയതും ഈ വിശ്വാസി ചെയ്യുമെന്നാണ്. അപ്പൊ കർത്താവിനെക്കാട്ടിലും വലിയ അത്ഭുതങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. എന്നാൽ ഇതിന്റെ വിശദീകരണം എന്ന് പറയുന്നത്, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, കർത്താവിന്റെ ക്രൂശ് മരണത്തോടു കൂടി ഒരു പുതിയ യുഗം ആരംഭിക്കുക. ആ പുതിയ യുഗത്തിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവിന്റെ പ്രവർത്തന പദ്ധതി നടപ്പാക്കുന്നത് കർത്താവിന്റെ ശിഷ്യന്മാരിലൂടെ, പുതിയ നിയമ വിശ്വാസികളിലൂടെയാണ്. ആ വിശ്വാസികൾക്ക് വേണ്ട അടിസ്ഥാനം കർത്താവ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ, കർത്താവ് ചെയ്തതിലും ഉപരി പ്രവൃത്തി എന്ന് പറഞ്ഞാൽ, കർത്താവ് രക്ഷാമാർഗം ഒരുക്കിയിട്ട് കർത്താവ് അങ്ങ് പോയി. ഇനി കർത്താവ് രക്ഷിത ഗണത്തിൽ ചേർക്കാനായിട്ട് വരാൻ പോകുക. എന്നാൽ ഈ ഒരുക്കപ്പെട്ട രക്ഷണ്യ വേലയുടെ വിപുലമായ വിശാലമായ പ്രവൃത്തി ചെയ്യുവാനായിട്ട് ദൈവം തന്റെ മക്കളെയാണ്, കർത്താവ് തന്റെ മക്കളെയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നത്, ഞാൻ ചെയ്തതിലും അധികം. കർത്താവ് ക്രൂശിൽ മരിച്ചതിലും അധികം എന്നുള്ള ആശയമല്ല, ഇതുവരെ കർത്താവ് ഉപദേശിച്ചതിലും പ്രവർത്തിച്ചതിലും ഉപരിയായിട്ട് പ്രവർത്തിക്കും. അത് അവർ സ്വയബുദ്ധിയാൽ ചെയ്യുന്നല്ല, അതിനും വ്യവസ്ഥ അവിടെ തന്നെ പറയുന്നുണ്ട്. 15-ാം വാക്യത്തിൽ വരുമ്പോൾ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ പ്രമാണിക്കും. അപ്പോൾ ഇവിടെ വിശ്വാസികൾ കർത്താവ് ചെയ്തതിൽ ഉപരിയായി പ്രവൃത്തി ചെയ്യാൻ പോകുന്നത് കർത്താവിന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ദൈവവചനം അനുസരിച്ചുകൊണ്ടാണ്. ഒന്നാമത്. രണ്ടാമത് 16-17 വാക്യങ്ങളിലാണ് കാര്യസ്ഥനായിരിക്കുന്ന പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചുകൊണ്ട്. നമ്മൾ വായിക്കുന്നുണ്ട്, മറ്റൊരു കാര്യസ്ഥൻ എന്നേക്കും നിങ്ങളോട് കൂടെ അയക്കും. 26-ാം വാക്യത്തിൽ വരുമ്പോ, പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. നമ്മൾ പറഞ്ഞ വായിച്ചങ്ങ് പോകാറേ ഉള്ളൂ. ഇവിടെ പറയുന്നത് സകലവും ഉപദേശിച്ചു തരും. എന്താ? ഈ കർത്താവ് തികച്ചിട്ട് പോയ വേലയുടെ കണ്ടിന്യൂവേഷൻ, ആ വേല ക്യാരി ഓൺ ചെയ്യുന്ന ഉത്തരവാദിത്വം ശിഷ്യന്മാരെയാണ് ഭരമേൽപ്പിച്ചിരിക്കുന്നത്. അവരാണ് ആ മാനപാത്രങ്ങൾ. എന്നാൽ ആ മാനപാത്രങ്ങൾ അത് എങ്ങനെ ചെയ്യണം എന്ന് ഡയറക്റ്റ് ചെയ്യുന്നത്, അവരെ നയിക്കുന്നത് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് ആരാണ്? ദൈവിക ആളത്വങ്ങളിൽ 3-ാമത്തെ ആളാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് കർത്താവിനെ പോലെ തന്നെ ദൈവമാണ്.
അത് കർത്താവ് കൃത്യമായിട്ട് പറയുന്നുമുണ്ട് എങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നത്. നമ്മൾ അതിന്റെ 23-ാം വാക്യത്തിൽ വരുമ്പോൾ, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോട് കൂടെ വസിക്കും. അപ്പോൾ ഈ കർത്താവ് തന്റെ പ്രവൃത്തി ഉപരിയായി ചെയ്യുമെന്ന് പറയുമ്പോൾ ഫസ്റ്റ് സ്റ്റേജ്, അതായത് ആദ്യത്തെ ഒരു ഫേസ് കർത്താവിന്റെ ക്രൂശ് മരണത്താലും പുനരുത്ഥാനത്താലും സ്വർഗാരോഹണത്താലും അവസാനിക്കുന്നു. അതിനുശേഷമുള്ള സെക്കൻഡ് ഫേസ് ആരംഭിക്കുന്നത് പിന്നെ ഉൽപ്രാവണം വരെയുള്ള കാലയളവാണ്. സഭയുടെ രൂപീകരണം മുതൽ സഭയുടെ എടുക്കൽപ്പെടൽ വരെയുള്ള കാലയളവാണ്. ഈ കാലയളവിൽ കർത്താവ് ചെയ്യുന്നത് പിതാവും പുത്രനും കൂടെ വിശ്വാസിയിൽ താമസിക്കുകയാണ്. ഞാനും അവനോട് കൂടെ വസിക്കും. എന്നിട്ട് കർത്താവ് പറഞ്ഞ വാക്കുണ്ട്, എൻ്റെ വചനം പ്രമാണിക്കുന്നവനെ ഞാൻ സ്നേഹിക്കും. അപ്പൊ കർത്താവുമായിട്ടുള്ള കൂട്ടായ്മ. അപ്പോൾ വലിയ പ്രവൃത്തികൾ ചെയ്യുന്നതിന് 3 അടിസ്ഥാനമാണ്. ഒന്ന്, അവന്റെ കൽപ്പന അനുസരിക്കുക, 14:15. ഒന്ന്, രണ്ടാമത് പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുക, 16-ാം വാക്യം. പിന്നെ ക്രിസ്തുവുമായിട്ടുള്ള കൂട്ടായ്മയിൽ ജീവിക്കുക. ഈ 3 കാര്യങ്ങളിലൂടെയാണ്, അതിന്റെ ബാക്കി 23-ാം വാക്യമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളിലൂടെയാണ് ക്രിസ്തു ചെയ്തതിലും വലിയ പ്രവൃത്തി ശിഷ്യന്മാർ ചെയ്യുന്നത്. ഇത് വളരെ വിശാലമായ, ഒത്തിരി എന്താ പറയാ, വിശാലമായ ആശയങ്ങളുള്ള ഒരു വിഷയമാണ് കർത്താവ് ഈ 31 വാക്യങ്ങൾ ആലേഖനം ചെയ്ത് വെച്ചേക്കുന്നത്. അവരെ ഒന്ന് ആശ്വസിപ്പിക്കുവാനായിട്ട് കർത്താവ് പറഞ്ഞ വിഷയങ്ങളിൽ ഏറ്റവും അടിസ്ഥാനപ്പെട്ടതായിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത്, 1, കർത്താവിനെ മനസ്സിലാക്കി വിശ്വസിക്കുക, 2, കർത്താവ് പറഞ്ഞ വാഗ്ദത്തങ്ങളിൽ വിശ്വസിക്കുക, 3, കർത്താവിന്റെ കൽപ്പനകളെ അനുസരിക്കുക. കർത്താവിന്റെ കൽപ്പനകളെ അനുസരിച്ചിട്ട് പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചുകൊണ്ട് വചനപ്രകാരം ജീവിച്ചാൽ അതിന്റെ ആത്യന്തിക റിസൾട്ട്, ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്ന പിതാവിന്റെ മഹത്വം. നമ്മുടെ ജീവിതം കൊണ്ട്, നമ്മുടെ വിശ്വാസ ജീവിതം കൊണ്ട് കർത്താവ് ആഗ്രഹിക്കുന്ന വിഷയം പിതാവിന് മഹത്വം ഉണ്ടാകണം. അങ്ങനെ ഉണ്ടാകുന്ന ഒരു ജീവിതം നയിക്കുമ്പോൾ ഹൃദയം കലങ്ങേണ്ട ആവശ്യമില്ല. കർത്താവ് നമ്മുടെ കൂടെ, നമ്മൾ ആക്ഷരികമായിട്ട് ശാരീരികമായിട്ട് കർത്താവ് നമ്മുടെ കൂടെ ഇല്ല എന്ന ചിന്ത നമുക്കുണ്ടെങ്കിലും കർത്താവ് പറയുന്നത്, പരിശുദ്ധാത്മാവിനാൽ ഞാനും പിതാവും നിങ്ങളിൽ വസിക്കുന്നു. അപ്പോൾ ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി വിടത്തില്ല. കർത്താവ് അതിനൊരു ക്രമീകരണം, ആദ്യത്തെ ഒരു ഫേസിന് മാറ്റം വന്നു. പിന്നെ മറ്റൊരു തലത്തിലേക്ക് കർത്താവിന്റെ പ്രവൃത്തി മാറുകയാണ്. പ്രവൃത്തി മാറുമ്പോൾ ലക്ഷ്യം മാറുന്നില്ല. എന്താ ലക്ഷ്യം? കർത്താവിന് ഒറ്റ ലക്ഷ്യമുള്ളൂ, പിതാവിന് മഹത്വം കരയറ്റുക, ദൈവത്തിന് മഹത്വം ഉണ്ടാകുക. അപ്പം വിശ്വാസികളെ കുറിച്ചും കർത്താവ് ആഗ്രഹിക്കുന്നത്, ഈ ശിഷ്യന്മാരുടെ പിന്തുടർച്ചക്കാരാ നമ്മൾ. ഈ 12 ശിഷ്യന്മാരോടാണ് കർത്താവ് ഇത് പറയുന്നതെങ്കിലും അവരുടെ പിന്തുടർച്ചക്കാരായിരിക്കുന്ന, കർത്താവിന്റെ രക്തത്താൽ വിശുദ്ധീകരണം പ്രാപിച്ച ദൈവമക്കളായിരിക്കുന്ന നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മുടെ തലമുറയിൽ, നമ്മുടെ കാലയളവിൽ ഈ കർത്താവിന് വേണ്ടി, പിതാവിന്റെ മഹത്വത്തിനു വേണ്ടി ജീവിക്കാനായിട്ട് നിയോഗിക്കപ്പെട്ടവരാണ് നമ്മൾ. അതിനുള്ള തലങ്ങൾ എന്ന് പറഞ്ഞാൽ എങ്ങനെ? കർത്താവിനെ കർത്താവ് ആയിരിക്കുന്നത് പോലെ വിശ്വസിക്കുക, കർത്താവിന്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസിക്കുക, പിതാവിന്റെ മഹത്വത്തിനു വേണ്ടി വചനം അനുസരിച്ച് ജീവിക്കുക. പിന്നെ ആശ്വസിപ്പിക്കുന്ന ഏറ്റവും വലിയ വിഷയം, കർത്താവിനെ ഞാൻ കണ്ണുകൊണ്ട് കാണുന്നില്ലെങ്കിലും, പിതാവിനെ ഞാൻ കണ്ണുകൊണ്ട് കാണുന്നില്ലെങ്കിലും പരിശുദ്ധാത്മാവിനാൽ എൻ്റെ ഹൃദയത്തിൽ, അതാണ് 23-ാം വാക്യം, ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോട് കൂടെ വാസം ചെയ്യും. കർത്താവ് എപ്പോഴും എന്നോട് കൂടെ ഉണ്ട് എന്നുള്ള ബോധ്യം നമ്മുടെ ഹൃദയത്തെ ഭരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആശ്വാസം കണ്ടെത്തുവാനായിട്ട് കഴിയും. അപ്പൊ കർത്താവിനുള്ള വിശ്വാസം, കർത്താവിന്റെ സാന്നിധ്യത്തിലുള്ള വിശ്വാസം, കർത്താവിന്റെ വചനം അനുസരിക്കുന്നതിലുള്ള കോൺഫിഡൻസ്, 2, കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വത്തിലുള്ള ബോധ്യം. ഈ ഒരു ജോലി ഇല്ലാതിരിക്കുമ്പോഴാണ് ബോറടിക്കുന്നത്, അലസരായി പോകുന്നു. ഞാൻ മറ്റു ചിന്തകളെല്ലാം തലയിൽ വരുന്ന നമുക്ക് ജോലിയില്ലാതെ, തൊഴിലില്ലാതിരിക്കുമ്പോഴാണ്. ഈ തൊഴിലില്ല കമ്പനികൾ എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ വെറുതെ ഇരിക്കുമ്പോഴാണ് പിശാച് ഉള്ളിൽ പ്രവർത്തിക്കുന്നത്. അപ്പൊ നമ്മുടെ ഹൃദയത്തെ ഭരിക്കേണ്ട വിഷയം, എന്നെ കർത്താവ് വലിയൊരു നിയോഗം ഏൽപ്പിച്ചിട്ട്, കർത്താവ് അവസാനിപ്പിച്ചിട്ട് പോയ ഒരു പ്രവൃത്തിയുടെ തുടർച്ച, അത് കർത്താവ് എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. കർത്താവിന്റെ വരവ് വരെയും അത് ചെയ്യുവാനായിട്ടുള്ള നിയോഗം എന്നിൽ തന്നിട്ട് അത് മേൽനോട്ടം വഹിക്കുവാനായിട്ട് പരിശുദ്ധാത്മാവിനെ സ്ഥിരം നിത്യം ഉള്ള ഒരു കാര്യസ്ഥനായിട്ട്, കാര്യവിചാരകനായിട്ട് എൻ്റെ കൂടെ നിർത്തിയിട്ടുണ്ട്. അദ്ദേഹം കൃത്യമായിട്ട് തരുന്ന ഡയറക്ഷൻ അനുസരിച്ച് ജോലി ചെയ്യാൻ ബാധ്യസ്ഥനാണ്. അങ്ങനെ ഒരു ബോധ്യം നമ്മളെ ഭരിക്കുമ്പോൾ നമുക്ക് അലസരായിട്ട് ഇരിക്കുവാനായിട്ട് കഴിയത്തില്ല. വരുന്ന ദിവസങ്ങളിൽ ഈ വിഷയം കൂടുതലായിട്ട് മനസ്സിലാക്കി കർത്താവിൽ വിധേയപ്പെട്ട് ജീവിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.